പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഏത് വൈകിട്ട് ആയി കഴിയുമ്പോഴത്തേക്കിനേ നമുക്ക് ഈ ദീപം കത്തിച്ചോണ്ട് രാമ രാമ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അത് പോട്ടെ. അതുപോലെ മുസ്ലിം വീടുകളിൽ ഇലാഹ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തെ വീടുകളിൽ അതൊക്കെ വളരെ കുറവാണ്. പക്ഷേ ഉണ്ട്, അല്ല, കാരണം ഫോണിൽ കുത്താനല്ലേ നേരമുള്ളൂ. ഇതൊക്കെ വളരെ കുറവാണ്. പക്ഷെ വർഗീയത കൂടുകയും ചെയ്തു. അതങ്ങനെ സംഭവിച്ചു. അന്ന് നമുക്ക് പറയുന്നിട്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ വർഗീയത ഇല്ല, മതത്തിന്റെ ഒരു ഇടിയില്ല. ഇന്ന് ഇത് കുറഞ്ഞു, പക്ഷെ മതത്തിന്റെ ഒരു ഇടിയുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആരൊക്കെ നിൽക്കുന്നില്ലേ, ഈ മതത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്നില്ലേ? അവിടെ മതവും വിശ്വാസവും ദൈവവും ഒന്നും അല്ല. ഇവിടെ എല്ലാം ഒന്നാണെന്ന് ഒന്നും വിശ്വസിക്കാനൊന്നും ആർക്കും വയ്യ. ഏതെങ്കിലും മതഗ്രന്ഥം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും വിശ്വാസം എടുത്തു കഴിഞ്ഞാൽ, ഇവ എവിടാണ് നമുക്ക് നോക്കിക്കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു കറി വെച്ച് കഴിഞ്ഞാൽ ആ കറിക്ക് മണമുള്ളതാണെങ്കിൽ അത് നിങ്ങളുടെ അയലത്ത് എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാതെ നീ കഴിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ പഠിച്ചത്. അയലത്തുള്ള മുസ്ലിം ആണോ, ഹിന്ദു ആണോ, ക്രിസ്ത്യനാണോ, ജൈനാണോ, ബുദ്ധനാണോ നോക്കാനല്ല പറഞ്ഞത്, അയലത്തെന്നാ പറഞ്ഞത്. അതേപോലെ തന്നെ നീ പോകുന്ന വഴിയിൽ ഒരു മുള്ളുണ്ടെങ്കിൽ അടുത്ത ആൾ വരുന്ന മുമ്പ് എടുത്ത് മാറ്റാണ് ഏത് ഗ്രന്ഥവും പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതിനെ വളച്ചൊടിക്കാം. എന്നിട്ട് നീ പോകുന്ന വഴി കിടക്കുന്നത് മുള്ള് നിന്റെ മതക്കാരൻ വരുമ്പോ കൊള്ളാതിരിക്കാൻ എടുത്ത് മാറ്റാന്ന് ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്തിന്? മതം കൊണ്ട് വന്ന് നല്ല കാര്യങ്ങൾ, മതമല്ല വിശ്വാസം, ദൈവവിശ്വാസം നല്ലതേ പറയത്തുള്ളൂ. അതിവിടെ ചിലർക്ക് പറ്റത്തില്ല. എന്താണെന്നറിയോ, ദൈവവിശ്വാസം നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലഹരി വിൽക്കത്തില്ല. ഏതെങ്കിലും ദൈവം വന്നിട്ട് നിങ്ങൾ കഞ്ചാവ് വലിക്കാൻ പറയുവോ? അല്ലെ പോട്ടെ, സിന്തറ്റിക് ഡ്രഗ്സ് അതുപോലെ തന്നെ ഓടി നടന്ന് പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ പറയുവോ? കള്ളവും ചതിയും ചെയ്യാൻ പറയുവോ? മറ്റുള്ളവന് കുതുകാൽ വെട്ടാൻ പറയുവോ? കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറയുമോ? ഏതെങ്കിലും വിശ്വാസം പറയുമോ? ഇതൊന്നും എല്ലാം എടുത്തു മാറ്റി നോക്കിക്കേ. ദൈവം ഇല്ലാന്നൊന്ന് മാറ്റി നോക്കിക്കേ. നമുക്ക് എന്ത് ചെയ്യാം?